നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണം അവിടെ ഒരു സൈഡിൽ പുരോഗമിക്കുമ്പോഴും രാഹുൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമത്തിന്റെ വഴിയിൽ അല്ലെങ്കിൽ നിയമപരമായിട്ട് കേസിനെ നേരിടാൻ താൻ തയ്യാറാണ് എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്നത് പല തെളിവുകളും രാഹുലും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വ്യത്യാസം, നേരത്തെ നമ്മൾ ഈ അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരി തെളിവുകളെല്ലാം പുറത്തുവിട്ടിരുന്നത് നമുക്കറിയാം മാധ്യമങ്ങളിലൂടെയാണെന്ന്. പക്ഷേ കൃത്യമായിട്ട് രാഹുൽ കോടതിയുടെ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ്, അല്ലാതെ മാധ്യമങ്ങൾക്ക് അത് നൽകുകയോ മാധ്യമങ്ങളിലൂടെ അത് പരസ്യപ്പെടുത്തുകയോ ഒന്നും തന്നെ രാഹുൽ ചെയ്യുന്നില്ല, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള ചില തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ വഴി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. തീർച്ചയായിട്ടും കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരനെ അടക്കം ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയത്. പക്ഷെ ശരിക്കും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ്. കുറേശ്ശെയായിട്ട് ഈ മൊഴി എന്തൊക്കെയാണോ നൽകിയത് അത് ഒരുപക്ഷെ മൊഴി നൽകുന്ന അല്ലെങ്കിൽ അന്വേഷണ വൃത്തങ്ങളിൽ നിന്ന് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് അറ്റവും മൂലയൊക്കെ കിട്ടിയത് കുറച്ചുകൂടി സ്പ്രെഡാക്കുന്നു, അല്ലെങ്കിൽ അതിജീവിതയോ അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പരാതിക്കാരിയുമായി ചേർന്ന് നിൽക്കുന്ന ഏതോ വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന മാധ്യമങ്ങൾക്ക് കിട്ടുന്ന സൂചനകൾ കുറച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഈ പരാതിക്കാരി ആദ്യം കുറെ ചാറ്റ് വിടുന്നു, ഓഡിയോ ക്ലിപ്പുകൾ, അവരുടേതായിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് മാധ്യമങ്ങൾ വിടുന്നു, പിന്നീട് പരാതി നൽകുന്നു എന്ന് പറഞ്ഞ മൊത്തത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് രാഹുലിനെതിരെയുള്ള വൺ വേ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെയും മൗനമായിട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ പരാതിക്കാരി ആരാണെന്നോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്നോ ഒന്നും പറയാതെ ഇരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അത് ഒരു പക്ഷേ മാധ്യമങ്ങൾ രാഹുൽ എന്ന വ്യക്തിയെ പിച്ച് കീറുന്ന രംഗവും നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ ഇപ്പോഴും രാഹുൽ ആ ഒരു മാന്യത കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. വേണമെങ്കിൽ രാഹുലിന് രണ്ടുപേരും തമ്മിലുള്ള ചാറ്റിങ് അല്ലേ, എന്തെല്ലാം തരത്തിലുള്ള പ്രണയ സംഭാഷണങ്ങളൊക്കെ കാണാം, അതൊക്കെ വേണമെങ്കിൽ പുറത്തിട്ട് ഈ പരാതിക്കാരിയെ കൂനയിലേക്ക് എറിയാൻ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിക്ക് പറ്റും. പക്ഷെ അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ എവിടേക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്? കോടതിയിലേക്ക് സമർപ്പിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഏകദേശം 9 തെളിവുകൾ നൽകി. ഇന്നിപ്പോൾ വീണ്ടും വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ സംഭാഷണങ്ങളും അടക്കം നിരവധി തെളിവുകൾ ഇന്നിപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടം കൊടുത്തിരിക്കും. കാരണം ബുധനാഴ്ച ഈ പറയുന്ന ജാമ്യം പരിഗണനയിൽ നിൽക്കുകയാണ്, കോടതിയിൽ പരിഗണനയിൽ നിൽക്കുകയാണ്. അപ്പൊ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൂടുതൽ തെളിവുകൾ കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ചാനലുകൾക്കും അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലേക്കും ഒക്കെ രാഹുലിന് കൊടുക്കാം. ഒരു പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വിവാഹിതയാണെന്ന് കൂടി രാഹുൽ മാങ്കൂട്ടത്തിലല്ല പറഞ്ഞത്. പുറത്തു വന്ന മാധ്യമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചില യൂട്യൂബേഴ്സിൽ നിന്നൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ചാണ് പരാതിക്കാരി വിവാഹിതയാണെന്ന് കൂടി പറഞ്ഞു. അങ്ങനെ പോലും മോശമാക്കിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ശരിക്കും പറഞ്ഞ പെൺകുട്ടിയെ മോശമാക്കിയിട്ടില്ല എന്ന് നിലവിൽ വരെ. പല രീതിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചു കീറുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടം ഈ പെൺകുട്ടിയുടെ ആ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ മൗനം ഭജിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പോലും രാഹുൽ എന്താണ് ചെയ്തത്? നേരെ കോടതിയിലേക്ക് സമർപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണങ്ങൾ എല്ലാം നമുക്കിപ്പോ ഒരു ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ പോലും അവസാനത്തെ ഓഡിയോ മെസ്സേജ് കൃഷ്ണേന്ദു കണ്ടായിരുന്നു. അതിൽ രാഹുൽ ചോദിക്കുന്നതിനല്ല മറുപടി കൊടുക്കുന്നത്, മറുപടി പറയുന്നതിനല്ല അടുത്ത ചോദ്യം. ഒരു കൃത്യതയില്ലാത്തതാണ്. അവിടുന്ന് ഇവിടുന്നുള്ള കട്ടിങ് ആണ് അവിടെ കാണിക്കുന്നത്. കണ്ടിന്യൂസ് ചാറ്റിംഗ് അല്ലെ കണ്ടിന്യൂസ് ഒരു ഫോൺ സംഭാഷണമല്ല. മരുന്ന് നീ കഴിച്ചോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയോ എന്ന് ചോദിക്കുന്നതിന് അടുത്ത ആ പെൺകുട്ടിയുടെ മറുപടി എന്താണ്? എനിക്ക് നല്ല വേദനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് തീരെ വയ്യ എന്നുള്ള മറുപടി. ഹോസ്പിറ്റലിൽ പോയോ എന്ന് ചോദിക്കുന്ന സ്വാഭാവികമായിട്ട് കൃഷ്ണേന്ദു എന്തായിരിക്കും പറയുന്നത്? ഇല്ല, പോയില്ല, അല്ലെങ്കിൽ പോയി, എന്തെങ്കിലും ഒരു മറുപടിയാ. അതുമായിട്ട് ഒരിക്കലും ലിങ്കല്ല അടുത്ത മറുപടിയാണ്. ആ പെൺകുട്ടി പറയുന്നതിനുള്ള ചോദ്യമല്ല അടുത്തത് രാഹുൽ ചോദിക്കണേ. കൃത്യതയില്ലാത്ത അവ്യക്തമായിട്ടുള്ള കുറെ ഓഡിയോ ക്ലിപ്പുകൾ മാത്രമാണ് ലിങ്ക് ചേർത്ത് വെക്കുക. അതായത് രാഹുൽ എന്തോ വലുത് ചെയ്തു അല്ലെങ്കിൽ എന്തോ ഇത് ചെയ്തു എന്നുള്ളത് പുറമേ വരുത്തി തീർക്കാനുള്ള ലിങ്ക്ഡ് മെസ്സേജുകൾ മാത്രമാണത്. അപ്പൊ ഇതിനിടയ്ക്കുള്ള സംഭാഷണങ്ങൾ എന്തേ? ഇതിനിടയ്ക്കുള്ളത് എന്തൊക്കെയാണ് അവർ സംസാരിച്ചത്? ഏത് തരത്തിലേക്കാണ് ഒരു ഗർഭധാരണം വേണം എന്നുള്ളത് രാഹുൽ ആവശ്യപ്പെട്ടത്, അതോ പെൺകുട്ടിയാണോ ആവശ്യപ്പെട്ടത്? ഇതിനൊക്കെ രാഹുലിന്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജുകളും ഓഡിയോ ക്ലിപ്പുകളും കൂടി ആവശ്യമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിലൊരു വ്യക്തത വരുന്നത്. ഇതിപ്പോ ഒരു ഭാഗത്തെ മാത്രം രാഹുൽ തെറ്റുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഭാഗത്തെ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിപ്പോൾ കോടതിയിൽ രാഹുലിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. ഏതോ ഒരു ചാനൽ ജോലി ചെയ്യുന്ന ഈ പെൺകുട്ടി ആ
ചാനലിന്റെ അധികാരിയുടെ പ്രഷർ കാരണമാണ് ഈ പരാതി നൽകിയതെന്ന് അടക്കമുള്ള തെളിവുകൾ രാഹുലിന്റെ പക്ഷത്തുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാഹുലിന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ മറുഭാഗത്ത് ഗർഭ ചിത്രത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം ഒരുപക്ഷെ ജാമ്യാപേക്ഷ തള്ളാനും സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ സണ്ണി ജോസഫ് അടക്കം പറഞ്ഞത് എന്താണ്, MLA സ്ഥാനം രാജിവെക്കണോ എന്നുള്ളതിന് അത് ഇവിടെ വേവില്ല എന്നുള്ള തരത്തിൽ, അതായത് അത്തരത്തിൽ പനിക്കണ്ട എന്നുള്ള തരത്തിലാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അങ്ങനെ MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല, അത്തരത്തിലേക്ക് രാജിവെക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി എന്തായാലും പറയില്ല. കാരണം മുകേഷ് MLA അടക്കം ഇപ്പോഴും MLA സ്ഥാനത്തിരിപ്പുണ്ട്. പത്മകുമാർ വാസവൻ അടക്കം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവരവർ CPM-ന്റെ അതാത് സ്ഥാനങ്ങളിൽ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി എന്തിന് രാജിവെക്കണം? അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ അത് CPM-നോ മറ്റുള്ളവർക്കോ അത് പ്രതിഷേധിക്കുകയോ രാഹുലിന്റെ ഇഷ്ടത്തിന് MLA സ്ഥാനം രാജിവെക്കാം എന്നുള്ളത് അത് കോൺഗ്രസ്. കാരണം കോൺഗ്രസിന്റെ പദവിയിൽ നിന്ന് രാഹുലിനെ മാറ്റിയിട്ടുണ്ട്. ഇനി അതിപ്പോൾ കോൺഗ്രസുമായി യാതൊരു ബന്ധവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ഇല്ല. ഇപ്പൊ കോൺഗ്രസിന് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ തീരുമാനം അത് ഭരണപക്ഷത്തിരിക്കുന്നവർ സർക്കാർ, അത് MV ഗോവിന്ദൻ അടക്കം പറഞ്ഞു രാജിവെക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ MV ഗോവിന്ദൻ അടക്കമുള്ളവർ അല്ലെങ്കിൽ പിണറായി സർക്കാരാണ് തീരുമാനിക്കേണ്ടുന്നത്. മാത്രമല്ല പോലീസ് അന്വേഷണം നടത്തുന്നത് പിണറായി സർക്കാരാണ്. അതിൽ അന്വേഷണ പരിധി നിൽക്കുന്നത് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് സണ്ണി ജോസഫ് അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല അദ്ദേഹം രാജിവെക്കേണ്ട യാതൊരു കാര്യവുമില്ല, ആരോപണ വിധേയൻ മാത്രമാണ്. തെളിവുകൾ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ, ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, ആരോപണ വിധേയൻ മാത്രമാണ്. ഇനി അത് കോടതി തെളിയിക്കണം ഇദ്ദേഹം കുറ്റക്കാരനാണോ എന്നുള്ളത്. കുറ്റക്കാരനാണെന്ന് തെളിയിക്കും വരെയും അദ്ദേഹം ആരോപണ വിധേയൻ മാത്രമാണ്, തെറ്റുകാരനല്ല, കുറ്റക്കാരനല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹം MLA സ്ഥാനം തുടരുന്നതോട് കുഴപ്പമില്ല. മാത്രമല്ല പാലക്കാടുകാർക്കൊന്നും വലിയ വിഷയമായിട്ട് തോന്നില്ല. ഇതിപ്പോൾ പൊതുജനത്തിൽ ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ അടക്കം പറയുന്ന ചില വിഷയങ്ങൾ, വിവാഹിതയായിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്തരത്തിലൊരു റിലേഷനിലേക്ക് വന്നത്, അപ്പം രണ്ടു ഭാഗത്തും ചില തെറ്റിദ്ധാരണകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ കോടതിയുടെ തീരുമാനം വരുന്നത്. രാഹുലിന് ജാമ്യം കിട്ടുമോ, എങ്ങനെയാണ് ഈ കേസ് പോകുന്നതെന്നും. നിലവിൽ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസുകാർ പാഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഒരു സംഘം ആൾക്കാർ ഓരോ ജില്ലയിലും പോലീസ് മേധാവികൾ സ്ഥാപിച്ചിട്ട് കൂടി രാഹുലിനെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ഇത്രയും വല വിരിച്ചിട്ടുള്ള ഒരു ക്രിമിനലുകളെ പോലെ ഇത്രയധികം വല വിരിച്ചിട്ടുണ്ടല്ലേ പോലീസ്, എന്തുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ രാഹുലിന് ഇത് മുന്നേ കൂട്ടി അറിയാവുന്നതുകൊണ്ട് അത്രത്തോളം ക്ലീൻ ആയിട്ട് ഒളിഞ്ഞിരിക്കത്തക്ക രീതിയിലുള്ള ഒരു താവളം നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഏതായാലും രാഹുലിനെ കസ്റ്റഡിയിലെടുത്താലും ഇനി ജാമ്യം അനുവദിച്ചാലും കേസിന്റെ വഴി മുന്നോട്ട് പോകുമ്പോഴേ നമുക്കിതിന് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ കിട്ടും. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആരോപണ വിധേയം മാത്രമാണ്. ഇപ്പോൾ നിലവിൽ ഒന്ന് ആലോചിച്ച് നോക്ക് കൃഷ്ണേന്ദു, ശബരിമല സ്വർണ്ണക്കൊള്ള എവിടെയാണ്? ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തോമസ് ഐസക്കിന് അടക്കമെതിരെ ED നോട്ടീസ് വന്നു. എന്തുവായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്, മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇതെല്ലാം ഇതിനിടയ്ക്ക് വിവേക് മകനും എതിരെ ഒരു ഇത് വന്ന് ഇതെല്ലാം മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം എന്തിയെ, എവിടേക്ക് പോയി? എല്ലാം മുങ്ങിപ്പോയില്ലേ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ ആശയപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് നേരിടേണ്ടുന്ന ഒരവസ്ഥയിൽ ഒരുപക്ഷെ കോൺഗ്രസിനും പാളിപ്പോയില്ലേ? എന്തു തന്നെ ആയിക്കോട്ടെ, പെൺവിഷയം അവർ ഏത് തരത്തിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് മാധ്യമങ്ങൾ വലിയ രീതി PR വർക്ക് ഇത് നടത്തുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് വേറൊന്നും ചർച്ച ചെയ്യാനില്ല. മാധ്യമങ്ങൾക്ക് ശബരിമല കൊള്ളക്കേസ് ചർച്ച ചെയ്യാനില്ല, PM ശ്രീ ചർച്ച ചെയ്യാനില്ല, ഈ പറയുന്ന നികുതി ഇത് എന്തിനാണ് KCB അടക്കം എന്തോരമാണ് ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ഇതിനൊന്നും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ പച്ചയ്ക്ക് വെട്ടിക്കീറി പീസാക്കണം, ഇത് മാത്രമാണ്. ഇത് ആരുടെ PR വർക്കാണ്? അപ്പൊ ഭരണപക്ഷത്തിരിക്കുന്നവരുടെ PR വർക്ക് മാത്രമാണെന്ന് പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾക്കറിയാം. അപ്പൊ തെരഞ്ഞെടുപ്പിനെ ആശയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എന്തൊക്കെ സർക്കാർ ചെയ്തില്ല, എന്തൊക്കെ ചെയ്തു, അല്ല ഇതിനെ തമ്മിലാണ് നേരിടേണ്ടുന്നത്. ഇത് CPM നേരിടുന്ന പെൺവിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ തടയാനോ ഇതിനെ കൺവെർട്ട് ചെയ്ത് ഇപ്പൊ മാധ്യമങ്ങൾ വേണ്ട, മാധ്യമങ്ങൾ എന്തിനാണ് പ്രതിപക്ഷം കൂട്ടുപിടിക്കുന്നത്? സ്വന്തമായിട്ട് ഇറങ്ങി പ്രതിഷേധിക്കണം അല്ലേ, എന്തെല്ലാം സമര പരിപാടികൾ നടത്താം, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അല്ലാതെ മാധ്യമങ്ങൾ വേണ്ട.
മാധ്യമങ്ങൾ അവരുടെ ശ്രദ്ധ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിന്നോട്ടെ. പക്ഷേ പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അവരും ചെയ്യാതെ കെ മുരളീധരൻ അടക്കം ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം എന്താണ് രാഹുലിന്റെ വിഷയമാണ് വീണ്ടും എടുത്തിടുന്നത്. അപ്പൊ പ്രതിപക്ഷം പോലും രാഹുലിന്റെ വിഷയം ഇട്ട് കുത്തിപ്പഴിപ്പിക്കുകയാണ്. സ്വന്തം ഇതിനകത്ത് ചെളിക്കകത്തിട്ട് ഈ പറയുന്ന പരുവിനകത്തിട്ട് കുത്തുന്ന രീതിയാണ് ഇപ്പൊ കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയണം ഞങ്ങൾ രാഹുലിനെ മാറ്റി നിർത്തി, കോൺഗ്രസ് പാർട്ടിയിലില്ല, അത് ഞങ്ങൾ സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്, പോലീസിന് വിട്ടുകൊടുത്തിരിക്കുക, നിയമത്തിന്റെ വഴിയെ പോകട്ടെ. ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള വിഷയം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ള വിഷയം ഇതൊക്കെയാണ്. ഇതിന് നിങ്ങൾ എന്താണ് മറുപടി കൊടുക്കുക? എന്തിനാണ് മാധ്യമങ്ങൾ കോലും തൂക്കി പോകുമ്പോൾ ഇവരൊക്കെ മറുപടി കൊടുക്കാൻ നിൽക്കുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം എന്തിനാണ് അത് പറയാൻ പോകുന്നത്? ഇന്ന് കെ മുരളീധരൻ അടക്കം എന്തിനാണ് പറയാൻ പോകുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപക്ഷെ രാഷ്ട്രീയ കളികൾ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിരുന്നു ഇത് വരേണ്ടുന്നത്, അതിന് മുന്നേ ഇത് പൊട്ടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോകും. പക്ഷെ ജനം പോലും ഇപ്പോൾ വെറുക്കുന്ന തരത്തിലാണ് പോകുന്നത്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് അറിയാം. കോൺഗ്രസ് കൂടി രാഹുലിന്റെ ഒരു ഇത് എടുത്ത് അണിയുമ്പോൾ അവർക്ക് തന്നെയാണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത്. ഒരുപക്ഷെ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ അടക്കം പറഞ്ഞു രാഹുലിന്റെ വിഷയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ശബരിമല വിഷയം മുക്കാനാണ്. പത്മകുമാർ അടക്കം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്, വാസവൻ അടക്കം ജയിലിൽ കിടക്കുകയാണ്. അതൊന്നും ഒരു വിഷയമല്ല. ഇവിടെ വേറെ പെൺവിഷയത്തിലാണ് ഇവരുടെയൊക്കെ ശ്രദ്ധ പോകുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളിലേക്ക് മാറ്റുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഒരു ചടങ്ങാണ്, ഒരു പ്രശ്നമാണ്. ഇതിലേക്കൊക്കെ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടുന്ന ആശയപരമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം വിഷയം ഇനി ജാമ്യം കിട്ടുമോ എന്നുള്ള തരത്തിലേക്കാണ് പോകുന്നത്. ജാമ്യം കിട്ടാനും സാധ്യതയുണ്ട്, കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ഇന്ന് കൊടുത്തിരിക്കുന്ന തെളിവുകൾ എന്തൊക്കെ നിർണായകമായിട്ടുള്ള തെളിവുകളാണ്. അത് തന്നെയായിരിക്കും രാഹുൽ ഈശ്വർ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം ഈസിയായിട്ട് തിരിച്ചു വരും എന്നുള്ള തരത്തിൽ. അപ്പൊ തീർച്ചയായിട്ടും എന്തൊക്കെയോ ചില വ്യക്തമായിട്ടുള്ള തെളിവുകൾ രാഹുൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇനി പരാതിക്കാരിക്കെതിരെയും ഒരു പക്ഷെ കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പരാതിക്കാരി ഇനി പറയുന്ന തിരിച്ച് ബൂമറാങ് പോലെ അടിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഏത് തരത്തിലാണ് വരുന്നത് എന്നുള്ളത് അറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളടക്കം പിണറായി സർക്കാരിനധികം വലിയ നാണക്കേടായിരിക്കും. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വീണ്ടും വരികയാണ്. തന്റെ നിരപരാധിത്വം ഒന്നും പറയാനില്ല, അദ്ദേഹം തെറ്റ് തന്നെയാണ് ചെയ്തത്, രാഷ്ട്രീയപരമായ ഒരു നേതാവിന് ചേർന്ന പണിയല്ല, അതിൽ അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇത്രത്തോളം ഇല്ല, ഇത് വേറെ തരത്തിലുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജാമ്യം കിട്ടി വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരുപക്ഷെ നിയന്ത്രിക്കാൻ ഇനി കോൺഗ്രസിനോ അല്ലെങ്കിൽ CPM നേതാക്കൾക്കോ സാധിച്ചെന്ന് വരത്തില്ല. ഏതായാലും രാഹുൽ ഈശ്വർ കട്ടയ്ക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെയുണ്ട്. ചില കാര്യങ്ങൾ പുരുഷ കമ്മീഷൻ ആവശ്യമാണ്, അത് നമ്മൾ വിലയിരുത്തുന്നു, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, അത് അങ്ങനെ തന്നെ പോകട്ടെ. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ളതുപോലെ ഇത്തവണ ഒരു പെൺവിഷയം വന്നിട്ടുണ്ട്, ഇത്തവണ ഒരു EDയും വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.